CPM-ന്റെ ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹം ഏതാണ്ട് 50 വർഷമായിട്ട് വളരെ ഉശിരോടുകൂടി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളാണ് ശ്രീ പത്മകുമാർ. അദ്ദേഹത്തിന് ഈ സംസ്ഥാന സമ്മേളനം, ഈ കൊല്ലം സമ്മേളനമുണ്ട്, ഈ കൊല്ലം സമ്മേളനം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞുകൊണ്ടേ അദ്ദേഹത്തിന് വലിയൊരു പരിഭവം ഉണ്ടായി. പരിഭവമല്ല, വലിയ നിരാശ ഉണ്ടായി. അവിടെ നിന്ന് അദ്ദേഹം പലിശോണ്ട് ഇറങ്ങി പോയി, അത് തീരുന്നതിന് മുമ്പ്. കാരണം ന്യായമായിട്ടും അദ്ദേഹം പ്രതീക്ഷിച്ചു അദ്ദേഹത്തിന് സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിന് ഒരു പ്രവേശനം കിട്ടും എന്ന് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിക്ക് വരും എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ചു വച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് വളരെ പ്രായണ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ, അതായത് ഈ അടുത്ത കാലത്തൊക്കെ ഈ പാർട്ടിയിലോട്ടൊക്കെ വന്നിട്ടുള്ള വീണ ജോർജ് നേരെ വന്ന് മന്ത്രിയായി കഴിഞ്ഞുള്ള എന്തോന്നറിയോ, വലിയ മന്ത്രിയാണ്. ഇപ്പോൾ മന്ത്രിനിയുടെ വലിയ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാവരുടെയും പുച്ഛമാണ്. ഈ ആശാ വർക്കർമാരെന്നൊക്കെ പറഞ്ഞ അനാവശ്യമായ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 233 രൂപ കിട്ടി വാങ്ങിച്ച് കഴിക്കാൻ നിവൃത്തിയില്ലാതെ പട്ടിണി കിടന്ന് അവിടെ വെയിലും മഴയും കൊണ്ട് അവിടെ കിടക്കുകയാണ് തെരുവിൽ. അത് അനാവശ്യ സമരമാണ്. അനാവശ്യത്തിനാണോ അവരെന്തെങ്കിലും വരുന്നത്? ഇതുപോലെ ഞാൻ പിന്നെ കാണത്തില്ല, അവരെ കാണാനുണ്ടെങ്കിൽ ആഫീസ് വരണം, വീട്ടിൽ ഒന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകളും ഒക്കെ ആയിട്ട് അവരങ്ങ് ജ്വലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിന്ന് ജ്വലിച്ച് നിൽക്കുന്ന ആളിനെ പോലും നേരെ ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കയറ്റി. അപ്പോൾ ന്യായമായിട്ടും പത്മകുമാറിന് അതിനകത്ത് സങ്കടം വരും. പിന്നെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ സ്വന്തം മരുമകൻ, അദ്ദേഹം അതിനകത്ത് കയറിയിട്ടുണ്ട്. ഇതുപോലുള്ള കുറേ ആളുകൾ കയറ്റി. ഇദ്ദേഹം ന്യായമായിട്ട് വിശ്വസിച്ചു അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളത്. കിട്ടാൻ യോഗ്യതയുള്ള നമുക്കറിഞ്ഞൂടാ, യോഗ്യത അവരെ തീരുമാനിക്കുന്ന നമ്മളല്ല. അപ്പോൾ ഏതായാലും അദ്ദേഹം അങ്ങ് പോയി. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിൻ്റെ അനിഷ്ടം വെളിവാക്കിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ന്യായമായിട്ട് വിചാരിച്ചതാണ്, പക്ഷെ അത് കിട്ടിയില്ല. അതിന് വിഷമമുണ്ട്. അതിലെ പോലീസ് സ്റ്റേഷൻ ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴേ പോലീസുകാർ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ചില നടപടിക്രമങ്ങളുണ്ട്. ആദ്യമായിട്ട് അവനെ നോക്കിയിരിക്കും, എങ്ങനെ അവൻ കയറുന്നതെന്ന് നോക്കും. പോലീസ് സ്റ്റേഷനിലോട്ട് അവൻ വലത്തുകാലി വെച്ചാ കയറുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നീന്തോടെ അവിടെ പൊറുക്കാൻ വന്നാന്ന് ചോദിച്ചാൽ അവനെ ഇടിക്കും. ഉടനെ അവൻ വിചാരിക്കും ഇനി ഇടതുകാലി വെച്ച് കയറാം. ഇടതുകാലി വെച്ച് കയറിയാൽ നീ ഇവിടെ മുടിക്കാൻ വന്നാന്നൊന്ന് ചോദിച്ചാൽ അവനെ ഇടിക്കും. അപ്പോൾ അവൻ വിചാരിക്കും എന്നാൽ ഇനി 2 കാലും കൊണ്ട് കയറാം, ഒന്നിച്ച് ചാടി അങ്ങ് കയറാം എന്ന് വിചാരിച്ച് കയറും. നീ എന്തോടെ സർക്കസ് കളിക്കുന്നതെന്ന് ചോദിച്ചിരിക്കും. എങ്ങനെയായാലും ഇടിയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പണി ഇദ്ദേഹം ഇതുപോലെ അങ്ങ് വിളിച്ച് അനിഷ്ടമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെളിയിലേക്ക് പോകും. അപ്പോൾ അതിനിടയിൽ പെട്ടെന്ന് തന്നെ BJP-ക്കാർ ആരാണ്ടൊക്കെ അദ്ദേഹത്തെ കാണാൻ ചെന്നു കേട്ടോ. കാരണം ഇങ്ങനെ പോകുന്ന ആരെയും എടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. കുറ്റമല്ല, കാരണം അവർക്ക് ആൾ വേണം, അത്രയേ ഉള്ളൂ. അവർ നല്ല കാര്യം, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പ്രായോഗിക രാഷ്ട്രീയമാണ് ഇന്നത്തെ രാഷ്ട്രീയം, അതാണ്. അതുകൊണ്ടാണ് ആ ചെയ്യുന്നത്. അപ്പോൾ അവർ അതിനകത്തോട്ട് ചെന്നു, അവിടെ ചെന്ന് കാണാൻ കയറി. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയാനും തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു ഞാനത് അങ്ങനൊന്നും ഉള്ള കാര്യത്തിലൊന്നും ഞാനില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ വീണ്ടും ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സംശയം, അദ്ദേഹം ചാടുമെന്നുള്ളൊരു സംശയം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ നേതൃത്വമൊക്കെ കയറി ഇടപെട്ടു. അദ്ദേഹത്തിനെ വിളിച്ച് പാസിഫൈ ചെയ്തു, അതായത് സമാധാനപ്പെടുത്തി. അങ്ങനല്ല, മറ്റേതല്ല, ഇങ്ങനെ ആക്കാം, മറ്റേതാക്കാം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളൊക്കെ അതിനി അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല, കൊടുത്തതാണ്. ഇതേതായാലും കൊടുത്ത് അദ്ദേഹത്തിനെ അങ്ങ് സമാധാനിപ്പിച്ച് അദ്ദേഹം എന്താണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ പരിഭവമൊക്കെ കുറച്ചങ്ങ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പ്ലേറ്റ് അങ്ങ് മാറ്റിയെന്ന് പറഞ്ഞാൽ ഇത് പാർട്ടി വേദിയിൽ സംസാരിക്കേണ്ട കാര്യമായിരുന്നു. പാർട്ടി വേദിയിൽ അങ്ങോട്ട് ചെന്നാൽ മതി സംസാരിക്കാൻ കേട്ടോ. സംസാരിപ്പിച്ചിട്ട് വേണ്ടേ സംസാരിക്കാൻ പാർട്ടി വേദിയിൽ. ഒരവസരം കിട്ടിയില്ല, അതുകൊണ്ടാണല്ലോ ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നത്. പാർട്ടി വേദിയിൽ പറയേണ്ട കാര്യമായിരുന്നു. പക്ഷേ തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാനത് ഈ മീഡിയയുടെ മുമ്പിലും അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലും ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത് വെളിവാക്കിയത് ഞാൻ ചെയ്ത അങ്ങേയറ്റത്തെ തെറ്റാണ്, ഞാൻ കാണിച്ചത് അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കുറ്റം അങ്ങ് സ്വയം ഏറ്റുകൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഇവർ നോക്കിയിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞില്ല. അതാണ് അദ്ദേഹം അടിച്ചിലിൽ വീണു എന്ന് നമുക്ക് പറയാം. അപ്പോൾ എലിയൊക്കെ അടിച്ചിൽ വീഴത്തില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിവില്ലിനകത്തൊക്കെ പോയി വീഴുന്ന പോലെ അങ്ങ് വീണുപോയി. അപ്പോൾ ഇത് അദ്ദേഹത്തിനെതിരെ വരും എന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞുള്ളൂ. അപ്പോൾ ഈ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലൊക്കെ ഈ കുറ്റസമ്മതം മൊഴി കൊടുക്കുമ്പോൾ മജിസ്ട്രേറ്റ് പറയും, അത് പറയണമെന്നുണ്ട്,
ഈ മൊഴി നിങ്ങൾ തരുന്നത് നിങ്ങൾക്കെതിരെ ഉള്ള തെളിവായിട്ട് ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇത് പറഞ്ഞാൽ മതി, വേണ്ടെങ്കിൽ നിങ്ങൾ പറയരുത്, ഇത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഒരു വാണിംഗ് കൊടുക്കണ്ടായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ വാണിംഗ് ഒന്നും കിട്ടിയില്ല. അദ്ദേഹത്തിന് കിട്ടിയത് ഏതോ അഷുറൻസ് ഒക്കെ കിട്ടി, നേതാക്കളൊക്കെ അദ്ദേഹത്തിനെ പാസ് ചെയ്യാൻ വന്നു, അതിൽ അദ്ദേഹം വീണുപോയി. അതാണ് ഞാൻ അടിച്ചിട്ട് വീണെന്ന് പറഞ്ഞത്. വീണിട്ട് ഈ കുറ്റം മൊത്തം ഏറ്റങ്ങ് പറഞ്ഞു കേട്ടോ. അതോടുകൂടി കാര്യം റെഡിയായി. അപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ഗോവിന്ദൻ മാസ്റ്റർ രംഗപ്രവേശനം ചെയ്തു ഇന്നലെ. എന്നിട്ട് അദ്ദേഹം വളരെ കാര്യമായിട്ട് പറഞ്ഞു, പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാവും, അച്ചടക്കലംഘനമാണ്. അപ്പോൾ വേറെ വല്ല പാർട്ടിയിലും അദ്ദേഹം പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നിരുന്നെങ്കിലോ ഇത് വരുമോ? ഇങ്ങനെ വരും. അദ്ദേഹത്തിന് ന്യായമായ ഒരു റീസണബിൾ എക്സ്പെക്റ്റേഷൻ എന്ന് നമ്മൾ പറയും. അത് ഈ നമ്മുടെ നിയമത്തിൽ പോലും ഉണ്ട്, ഡോക്ട്രിൻ ഓഫ് റീസണബിൾ എക്സ്പെക്റ്റേഷൻ. ഒരാളിപ്പം ഞാൻ ഒരു സർവീസിലോട്ട് കയറാൻ പോകുന്നു, അയാൾ എന്തൊക്കെയാവും എന്നുള്ള ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിന് മറികടക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും നടപടി ഉണ്ടായാൽ അത് തെറ്റാണ് എന്ന് കോടതി പറയും. എന്ന് പറയുന്നത് പോലെ ഇവിടെ റീസണബിൾ എക്സ്പെക്റ്റേഷൻ അദ്ദേഹത്തിനില്ലേ? ഇത്രയും നാളുള്ള പാർട്ടി പ്രവർത്തനം, സംക്ഷിപ്തമായ പ്രവർത്തനം നടത്തി അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊന്നും ഇതുവരെ നമ്മൾ ആരും വന്ന് ഇനി ഇവരുടെ വേറെ കാര്യം വേറെ വല്ലതും കാണുമായിരിക്കും, നമുക്കറിയില്ല. ഏതായാലും ഇതൊക്കെ വന്നു, അതേപോലെ ഈ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ഏതായാലും ഇനി ഈ പ്രശ്നം നേരിടണം കേട്ടോ. അച്ചടക്ക നടപടി നേരിടേണ്ടതായിട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തൊന്നും ചിലപ്പോൾ അദ്ദേഹം കാണത്തില്ല, വലിച്ച് താഴെ ഇട്ടേക്കും ചിലപ്പോൾ. അത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വേറെ പറയാൻ പറ്റത്തില്ല, ഞാൻ കുറ്റം ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിച്ചു. അത് ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ്, ഇതിലും വലിയ അവസ്ഥയാണ് ശ്രീ പി ജയരാജൻ്റേത്. ശ്രീ പി ജയരാജൻ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഈ പാർട്ടിക്ക് ചോറും രക്തവും എല്ലാം കൊടുത്ത് വളർത്തിയ ആളാണ് എന്ന് വേണം പറയാൻ. ആ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ധൈര്യമായിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പാർട്ടി അവിടെ വളർത്തിയതിലും പാർട്ടിക്ക് അവിടെ ഒരു വലിയ ഒരു അധീശത്വം ഉണ്ടാക്കി കൊടുത്തതിലുമൊക്കെ ഒരു വലിയ പങ്ക് ശ്രീ പി ജയരാജനുണ്ട്. ശ്രീ പി ജയരാജനെ കുറിച്ചൊന്ന് ഒരു പാട്ട് വന്നു കേട്ടോ, ഒരിക്കൽ എഴുതി കേട്ടോ. ജയരാജൻ സഹാബിനെ കുറിച്ച് പാട്ട് എഴുതി, ആരാണ്ടൊക്കെ കൂടെ ആ പാട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ പൊക്കി. പാട്ട് ഇതൊരു നേതാവിനെ സ്തുതിഗീതം പാടാൻ പാടില്ല, പക്ഷെ അതേപോലെയാണ് സ്തുതിഗീതം ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് എഴുതി നമ്മളെല്ലാം. അതുകൊണ്ടൊരു പേരും അദ്ദേഹത്തിന് വീണ്, കാരണഭൂതൻ എന്ന് ഒരു പേര് വീണു. അങ്ങനെ വന്നതല്ലേ. അപ്പോൾ അതിനെ എഴുതാൻ പാടില്ല. അതായത് പറയുന്നെങ്കിൽ പാട്ട് എഴുതുന്നെങ്കിൽ ശ്രീ പിണറായി വിജയന് വേണ്ടി എഴുതിക്കൊള്ളണം, അദ്ദേഹത്തിൻ്റെ പേര് വെച്ചൊക്കെ എഴുതിക്കൊള്ളണം. അതല്ലാതെ വേറെ ആരും നീ ഒന്നും അങ്ങനെ വളരണ്ട കേട്ടോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ പാർട്ടിക്ക് തന്നെ ഉണ്ട്. കുറ്റമല്ല, കാരണം അത് ഈ പാർട്ടി എന്നൊക്കെ പറയുന്ന പഴയ രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനിയിപ്പോൾ ഇത് രാഷ്ട്രീയ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ നിങ്ങളുടെ CPM-നകത്തുള്ള കാര്യങ്ങളാണ്. ഇനി ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് കണ്ടോ CPM ഇയാൾക്ക് വേറെ ജോലി ഒന്നും ചെയ്യും എന്നൊക്കെ ചോദിക്കും. എനിക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഇതൊക്കെ പറയുന്നത്. ഇത് നാട്ടിൽ കാണുന്ന രസകരമായ കാര്യങ്ങൾ ജനങ്ങളെല്ലാവരും ഒന്ന് അറിയട്ടെ. അതുകൊണ്ട് ഈ പറയുന്ന സഹാക്കൾ, എന്നെ ചീത്ത വിളിക്കാൻ പറ്റുന്ന സഹാക്കളുണ്ടോ, നിങ്ങൾ വിളിച്ചോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ മോശം. ആ ധൈര്യം കാണിച്ചുകൊണ്ട് മാത്രം ഞാനിത് പറയുകയാണ്.